നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കെ.പി. ശങ്കരൻ എഴുതിയ അപ്രാപ്യമായ ഒരു വിധാനം എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഒരു കൃതി വിവർത്തനം ചെയ്യുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത്. ആഷറും കൂട്ടുകാരും കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി, എൻ്റെ പൂപ്പയ്ക്കര അനിണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട് എന്നീ 3 കൃതികളുടെ വിവർത്തനം നടത്തിയത്. എഡിൻബറോ സർവകലാശാല പ്രസാധനം ചെയ്ത ഈ പുസ്തകങ്ങൾ യുനെസ്കോ ഒരുക്കിയ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഇന്ത്യൻ കൃതികളുടെ ശേഖരത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കെ തങ്ങൾക്ക് നേരിട്ട വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ആഷർ ഇതിൻ്റെ അവതാരികയിൽ എഴുതിയിട്ടുണ്ട്. ഒരു നിശ്ചിത ഭാഷയുടെയും സാംസ്കാരിക സാഹചര്യത്തിൻ്റെയും ഉൽപ്പന്നമായ സർഗാത്മക സാഹിത്യം മറ്റൊരു ഭാഷയിലേക്കും സാംസ്കാരിക സാഹചര്യത്തിലേക്കും പകരുമ്പോൾ നേരിടാറുള്ളവയാണ് അവയിൽ പലതും. പക്ഷേ അതിനെല്ലാം പ്രഗത്ഭമായി പരിഹാരങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഈ വിവർത്തനങ്ങളുടെ മേന്മ. സുഹറയും മജീദും തങ്ങളുടെ സംവാദങ്ങളിൽ യഥേഷ്ടം ഉപയോഗിക്കുന്ന 2 സംബോധനാ പദങ്ങളാണ് ചെറുക്കനും പെണ്ണും. ഇവ ബാല്യകാല സഖിയിലെ ആ സന്ദർഭങ്ങൾക്കരുളുന്ന ഭാവരുചി സവിശേഷമാണെന്ന് കെ.പി. ശങ്കരൻ കണ്ടെത്തുന്നു. ഭാവത്തിൻ്റെ ഈ രുചിയോ ഇവ രൂപപ്പെടുത്തുന്ന ഭാഷയുടെ ലയമോ വിവർത്തനത്തിൽ കാണാൻ കഴിയില്ല. അതിനുള്ള യത്നം വിവർത്തകർ നടത്തിയിട്ടില്ല എന്നു വേണം അനുമാനിക്കാൻ. ചെറുക്കൻ പെണ്ണ് എന്നീ സാമാന്യമായി പ്രഥമ പുരുഷനിൽ, അതായത് ഫസ്റ്റ് പേഴ്സണിൽ പരാമർശത്തിനോ വിവരണത്തിനോ ഒക്കെ ഉതകുന്ന പദങ്ങളാണ്. ഇവയെ മധ്യമ പുരുഷനിൽ സംബോധനകൾ എന്ന നിലയ്ക്ക് മാറ്റി ഉപയോഗിച്ചിരിക്കുകയാണ് ബഷീർ. പ്രത്യക്ഷത്തിൽ ലളിതമായതുകൊണ്ട് ബാല്യകാല സഖിയിൽ ബഷീർ പ്രയോഗിച്ച ഈ ഭാഷാതന്ത്രം നാം ശ്രദ്ധിച്ചിരിക്കാനിടയില്ല. വിവർത്തനത്തിൽ ഈ തലം നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്തയിൽ സൂക്ഷ്മ വിശകലനം ചെയ്തപ്പോഴാണ് കെ.പി. ശങ്കരന്റെ ശ്രദ്ധയിൽ ഇത് വന്നുപെട്ടത്. വിവർത്തകർ ഈ പദങ്ങളെ വെറുതെ ഇംഗ്ലീഷിലെ മധ്യമപുരുഷ സർവനാമം, അതായത് യു, പകരം വെച്ചുകൊണ്ടാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. വിവർത്തനത്തിൽ ഒരിടത്തു മാത്രം ഇത് കടന്നു വന്നതായി കാണാം. കഥ ശോകപരിണാമങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഗണ്ഡം 10-ൽ ഊരു ചുറ്റി മടങ്ങിയെത്തിയ മജീദും കുടുങ്ങിപ്പോയ വിവാഹ ബന്ധത്തിൽ നിന്ന് ഓടിപ്പോന്ന സുഹ്റയും സംസാരിക്കുന്ന സന്ദർഭമുണ്ട്. 7 വർഷത്തെ ഊരുചുറ്റലിനിടയ്ക്ക് മജീദ് ഏതെങ്കിലും സ്ത്രീയെ പരിചയപ്പെട്ടോ? അവരുടെ നിറം, പ്രായം, സൗന്ദര്യത്തിന്റെ പാകം ഒക്കെ സുഹ്റ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഒളിച്ചു വെക്കരുതെന്നും സത്യമേ പറയാവൂ എന്നും സുഹ്റ നിബന്ധന വെക്കുന്നുണ്ട്. അത് കേൾക്കുന്ന മജീദ് എന്തൊരു പെണ്ണ് എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ താക്കീത് ശക്തിപ്പെടുത്തി ചെറുക്ക എന്ന് സുഹ്റയും വിളിക്കുന്നുണ്ട്. ആ 2 വിളികളുടെയും സാന്ദ്രതയും സവിശേഷതയും വിവർത്തകരും മനസ്സിലാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. യു എന്നല്ല, യു റിപ്രബേറ്റ് എന്നാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. റിപ്രബേറ്റ് മീൻസ് നിന്ദിക്കുക. കെ.പി. ശങ്കരൻ വിവർത്തനത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനല്ല ശ്രമിക്കുന്നതെന്നും ഒരു കൃതി എത്രമാത്രം സർഗാത്മകമാണോ ആ അനുപാതത്തിൽ അപര്യാപ്തമാവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഭാഷാ പ്രയോഗത്തിലേക്ക് സാധാരണയിൽ കവിഞ്ഞ ചില സാന്ദ്രതയും സവിശേഷതയും ആവാഹിക്കുക എന്നതാണല്ലോ സർഗാത്മകതയുടെ ലക്ഷണം. ഈ ആവാഹനം വിവർത്തനത്തിന് വഴങ്ങാൻ പലപ്പോഴും വിസമ്മതിക്കും. ചെറുക്കനും പെണ്ണും ബാല്യകാല സഖിയുടെ ഭാവഘടനയിലേക്ക് പ്രവേശിക്കുവാൻ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ആലോചിക്കുകയാണ് കെ.പി. ശങ്കരൻ. ഈ വാക്കുകളുടെ ഭംഗിയാകട്ടെ, സ്വച്ഛന്തതയാകട്ടെ, ഒഴുക്കാകട്ടെ, അതുതന്നെയാണ് നോവലിന്റെ ആരംഭത്തെ അവിസ്മരണീയമാക്കുന്ന ഘടകം. ചെറുക്ക എന്ന സുഹ്റയുടെ വിളിയിൽ അവളുടെ വ്യക്തിത്വം മുഴുവൻ നിഴലിക്കുന്നുണ്ട്. തുല്യത, അവകാശപ്പെടൽ, മജീദിനെ കൊച്ചാക്കി അടക്കി നിർത്തൽ, കുസൃതി, ഭീഷണി എന്നിങ്ങനെ എല്ലാം മനസ്സിലാക്കുന്നതിന് ഈ വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. പ്രസരിപ്പുള്ള ഒരു വ്യക്തിയുടെ ചുവടൊത്തു പോകുക എന്ന ഉദ്ദേശത്തോടെ മജീദ് ഒരുക്കിയെടുക്കുന്ന വാക്കാണ് പെണ്ണ് എന്ന വിളി. നോവലിലായാലും സിനിമയിലായാലും ഭാവിയിൽ കാമുകി കാമുകന്മാരായി മാറ്റേണ്ടി വരുന്നവരുടെ ബാല്യകാലം കളിത്തോഴരായി അവതരിപ്പിക്കാറുണ്ട്. ഇത് കണ്ട് കണ്ട് വൈരസ്യം തോന്നി തുടങ്ങിയ അവസ്ഥയാണ് പുതിയ വായനക്കാർക്ക് ഉള്ളത്. പക്ഷേ ബാല്യകാല സഖിയിലെ അവതരണം നമ്മിൽ വൈരസ്യം ഉണ്ടാക്കുന്നില്ല എന്ന് കാണാം. ആശാന്റെ നളിനിയിൽ മാത്രമാണ് ഇതിന് സമാന്തരമായി പൂർവ്വസ്മൃതികളെ താലോലിക്കുന്ന ഭാവസാന്ദ്രമായ വർണ്ണനകൾ ഉള്ളത്.
ദിവാകരൻ ഉരുവിട്ടിരുന്ന ബാലപാഠങ്ങളെല്ലാം ഇപ്പോഴും തന്റെ മനസ്സിലുണ്ടെന്ന് നളിനി തന്റെ പുനഃസമാഗമ വേളയിൽ പറയുന്നുണ്ട്. ഇവിടെ കാണുന്ന കാവ്യ കടാക്ഷത്തിന് തുല്യമായ അവസ്ഥയാണ് ബാല്യകാലസഖിയിൽ ഉള്ളത്. ഉത്ഫുല്ലമായ ഏതു സർഗാത്മക കൃതിയും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഉപോൽപ്പന്നങ്ങളെ ത്വരിപ്പിച്ചുകൊണ്ടിരിക്കും. നാടകവൽക്കരണം, റേഡിയോ രൂപാന്തരം, ചലച്ചിത്ര പരിഭാഷ തുടങ്ങിയവ ഇത്തരം ഉപോൽപ്പന്നങ്ങളാണ്. ചെമ്മീനിന്റെ ചലച്ചിത്ര ആവിഷ്കരണം കണ്ടപ്പോൾ നോവലിന് അതിശയിക്കുന്നില്ലേ എന്ന സംശയം ഉണ്ടാക്കിയതെങ്കിലും സൂക്ഷ്മ വിശകലനത്തിൽ മൂലകൃതി അകത്തൊതുക്കുന്ന അപൂർവ തലങ്ങൾ ചലച്ചിത്രത്തിന് അപ്രാപ്യമായി ചമഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി. ഒരിക്കലും മൂലകൃതിയുടെ വിധാനത്തിലേക്ക് എത്തിച്ചേരാൻ ഉപോൽപ്പന്നങ്ങൾക്ക് കഴിയാറില്ലെന്ന സത്യം കെ പി ശങ്കരൻ വെളിപ്പെടുത്തി.